കേരളത്തിലെ ആഭരണ വിപണിയിൽ അതിവേഗം ശ്രദ്ധ നേടിയ ഒരു പേരാണ് അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ്. സീറോ മേക്കിംഗ് ചാർജ് എന്ന ആകർഷകമായ പരസ്യം വഴി ചുരുങ്ങിയ കാലം കൊണ്ട് വലിയൊരു ഉപഭോക്തൃ അടിത്തറ ഉണ്ടാക്കാൻ അവർക്ക് കഴിഞ്ഞു. എന്റെ ചെറിയ അറിവ് വെച്ച് ഈ സീറോ മേക്കിംഗ് ചാർജ് എന്നത് എങ്ങനെ പ്രായോഗികമാകും എന്നാണ് ചിന്തിക്കുന്നത്. എന്തായാലും പ്രോഫിറ്റ് ഉൾപ്പെടുത്താതെ സ്വർണ്ണാഭരണം വിൽക്കില്ല. അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് പ്യുവർ ഗോൾഡ് മേടിച്ചാൽ പോരെ. ഒരു സ്വർണ്ണാഭരണം എന്നാൽ റോ മെറ്റീരിയൽ മാത്രമല്ലല്ലോ, അതൊരു ആഭരണമാകാൻ അതിന്റെ പിന്നിൽ മേക്കിംഗ് പ്രോസസ് ഉണ്ടല്ലോ. എനിക്ക് തോന്നുന്നത് റോ മെറ്റീരിയലിന് ഫിനിഷ്ഡ് പ്രൊഡക്ട്സിനേക്കാൾ വളരെ കൂടുതൽ വിലയുള്ള കമ്മോഡിറ്റിയാണ് സ്വർണം. മൊബൈൽ ഫോണൊക്കെ എടുത്താൽ അതിന്റെ റോ മെറ്റീരിയലിന് നിസ്സാര കോസ്റ്റല്ലേ വരുന്നുള്ളൂ. ഞാനൊരു സ്വർണ്ണപ്പണിക്കാരനാണ്. ഞങ്ങൾ നിർമ്മിക്കുന്ന സ്വർണ്ണാഭരണം അതിന്റെ പൂർണ്ണ രൂപത്തിലാകാൻ, അതായത് 2 പേര് കൂടി ചെയ്താൽ കുറഞ്ഞത് 12 മണിക്കൂർ എടുക്കും. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, 0% പണിക്കൂലി എന്ന്. അൽ മുക്താദിറിന്റെ കഥയിലേക്ക് തിരിച്ചു വരാം. അടുത്ത കാലത്തായി സ്ഥാപനം ഗുരുതരമായ സാമ്പത്തിക ക്രമക്കേടുകൾ, വഞ്ചന, നിയമപരമായ വെല്ലുവിളികൾ എന്നിവയുടെ പേരിൽ വാർത്തകളിൽ ഇടം നേടിയിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ വൻ പ്രതിഷേധങ്ങൾക്കും കേസുകൾക്കും ആദായ നികുതി വകുപ്പിന്റെ പരിശോധനകൾക്കും അൽ മുക്താദിർ ജ്വല്ലറി വിധേയരായി. ഒരു കാലത്ത് വലിയ വാഗ്ദാനങ്ങളുമായി കടന്നുവന്ന ഈ ജ്വല്ലറി ഗ്രൂപ്പ് ഇപ്പോൾ നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളെയും വെല്ലുവിളികളെയും കുറിച്ചുള്ള ഒരു വിശദമായ വിശകലനമാണ് ഈ വീഡിയോ. നമസ്കാരം, ഞാൻ രഞ്ജിത് കൃഷ്ണൻ. പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അൽ മുക്താദിർ ജ്വല്ലറി നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളാണ്. നിരവധി ഉപഭോക്താക്കളാണ് തങ്ങൾ വഞ്ചിക്കപ്പെട്ടെന്ന് കാട്ടി പരാതികളുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കുറഞ്ഞ നിരക്കിൽ സ്വർണം നൽകാമെന്നും സ്വർണം നിക്ഷേപിച്ചാൽ ലാഭവിഹിതം നൽകാമെന്നും പഴയ സ്വർണത്തിന് മികച്ച വില നൽകാമെന്നുമൊക്കെയായിരുന്നു അൽ മുക്താദിർ ഉപഭോക്താക്കൾക്ക് നൽകിയിരുന്ന വാഗ്ദാനങ്ങൾ. ഈ വാഗ്ദാനങ്ങളിൽ വിശ്വസിച്ച് സ്വന്തം പണവും സ്വർണവും നിക്ഷേപിച്ച സാധാരണക്കാർക്ക് വലിയ സാമ്പത്തിക നഷ്ടമാണ് സംഭവിച്ചത്. പല ഉപഭോക്താക്കളും അവരുടെ സമ്പാദ്യവും സ്വർണ്ണാഭരണങ്ങളും അൽ മുക്താദിറിൽ നിക്ഷേപിച്ചു. തിരുവനന്തപുരം സ്വദേശിനി ഷംലയുടെ അനുഭവം ഇതിന് ഒരു ഉദാഹരണമാണ്. 292 ഗ്രാം സ്വർണം 11 മാസത്തേക്ക് അൽ മുക്താദിറിൽ നിക്ഷേപിച്ച അവർക്ക് കാലാവധി പൂർത്തിയാകുമ്പോൾ 364 ഗ്രാം സ്വർണം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. എന്നാൽ സ്വർണം തിരികെ കിട്ടാതെ വന്നതോടെ ഷംല വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലായി. സമാനമായ രീതിയിൽ ചിറയൻകീഴ് സ്വദേശിനി ലൈജ 92 ഗ്രാം സ്വർണം നിക്ഷേപിച്ചു. ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ ലാഭവിഹിതം ലഭിച്ചെങ്കിലും പിന്നീട് സ്വർണമോ ലാഭവിഹിതമോ ലഭിക്കാതെ വരികയായിരുന്നു. ഇങ്ങനെ 100 കണക്കിന് ഉപഭോക്താക്കളാണ് തങ്ങൾക്ക് നീതി ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദിവസേന ജ്വല്ലറിക്ക് മുന്നിലും പോലീസ് സ്റ്റേഷനുകളിലും കയറിയിറങ്ങുന്നത്. ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പോലീസിൽ രജിസ്റ്റർ ചെയ്ത കേസുകളുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് 18 അതിലധികമോ കേസുകൾ വിവിധ പോലീസ് സ്റ്റേഷനുകളിലായി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പല കേസുകളിലും അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം, മാനേജർ നൌഫൽ, സെയിൽസ്മാൻമാരായ ജസീം, ഉനൈസ്, ഷമീർ എന്നിവരും ഏജന്റുമാരായ അഷ്റഫ്, സബാത്ത് എന്നിവരുൾപ്പെടെയുള്ള ജീവനക്കാർ പ്രതികളാണ്. ഉപഭോക്താക്കളുടെ തുടർച്ചയായ പ്രതിഷേധങ്ങളെ തുടർന്ന് തിരുവനന്തപുരത്തെയും കരുനാഗപ്പള്ളിയിലെയും ചില ഷോറൂമുകൾക്ക് പൂട്ടുവീഴുകയും ചെയ്തു. ഇത് തങ്ങളുടെ പണം നഷ്ടപ്പെടുമെന്ന ഭീതി ഉപഭോക്താക്കളിൽ വർദ്ധിപ്പിച്ചു. സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ് ആരോപണങ്ങൾ ഒരു വശത്ത് നിലനിൽക്കുമ്പോൾ തന്നെ അൽ മുക്താദിർ ജ്വല്ലറിയുടെ സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ച് ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നു. ആദായ നികുതി വകുപ്പ് ജ്വല്ലറിയുടെ എല്ലാ ഷോറൂമുകളിലും വ്യാപകമായ റെയ്ഡുകൾ നടത്തി. ഈ റെയ്ഡുകളിൽ വൻ സാമ്പത്തിക ക്രമക്കേടുകൾ കണ്ടെത്തിയതായി റിപ്പോർട്ടുകൾ പറയുന്നു. ഏകദേശം 380 കോടി രൂപയുടെ നികുതി വെട്ടിപ്പ് നടത്തിയതായും ഇത് കള്ളപ്പണം വെളുപ്പിക്കലിന്റെ ഭാഗമാണെന്നും ആദായ നികുതി വകുപ്പ് ആരോപിക്കുന്നു. കമ്പനി ഒരു മണി ചെയിൻ മാതൃകയിൽ പണം സ്വീകരിച്ചതായും ആരോപണമുണ്ട്. 3 ലക്ഷം രൂപയുടെ സ്വർണം വാങ്ങിയാൽ 30 ലക്ഷം രൂപ ലഭിക്കുമെന്ന് വാഗ്ദാനം ചെയ്ത് നിക്ഷേപകരെ ആകർഷിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. സീറോ മേക്കിംഗ് ചാർജ് എന്ന പരസ്യം കള്ളപ്പണം വെളുപ്പിക്കുന്നതിനുള്ള ഒരു മറയായിരുന്നു എന്നും ഈ വാഗ്ദാനങ്ങൾ വഴി വലിയ തോതിൽ പണം സ്വീകരിക്കുകയും പിന്നീട് അത് വെളുപ്പിക്കുകയും ചെയ്തു എന്നും ആദായ നികുതി വകുപ്പ് സംശയിക്കുന്നു. കമ്പനിയുടെ ധനകാര്യ രേഖകളിൽ വലിയ പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതായും ഇത് കള്ളപ്പണം ഇടപാടുകളുമായി ബന്ധപ്പെട്ടതാണെന്നും റെയ്ഡുകൾക്ക് ശേഷം മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. എന്നിരുന്നാലും അൽ മുക്താദിർ ജ്വല്ലറി അധികൃതർ ഈ ആരോപണങ്ങളെല്ലാം നിഷേധിച്ചു. നടന്നത് സാധാരണ വാർഷിക ഓഡിറ്റുകളാണെന്നും സാമ്പത്തിക ക്രമക്കേടുകൾ ഒന്നും കണ്ടെത്തിയിട്ടില്ലെന്നും അവർ അവകാശപ്പെട്ടു. തങ്ങൾക്കെതിരെ നടക്കുന്നതെല്ലാം എതിരാളികളുടെ കുപ്രചരണങ്ങളാണെന്നും കമ്പനി പ്രസ്താവന ഇറക്കി. എന്നാൽ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളും പിന്നീട് പോലീസ് കേസുകളും ഈ വാദങ്ങളെ ദുർബലപ്പെടുത്തുന്നതായിരുന്നു. അൽ മുക്താദിർ ജ്വല്ലറി വാഗ്ദാനം ചെയ്ത ഏറ്റവും വലിയ ആകർഷണം സീറോ മേക്കിംഗ് ചാർജ് ആയിരുന്നു. ഇത് കാരണം നിരവധി ഉപഭോക്താക്കൾ അൽ മുക്താദിറിൽ നിന്ന് സ്വർണം വാങ്ങാൻ മുന്നോട്ട് വന്നു. പ്രത്യേകിച്ച് വിവാഹ ആവശ്യങ്ങൾക്കും മറ്റു പ്രധാന ആവശ്യങ്ങൾക്കും സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്തവർ ഏറെയായിരുന്നു.
കുറഞ്ഞ നിരക്കിൽ സ്വർണം ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിൽ അവർ വലിയ തുകകൾ മുൻകൂറായി നൽകി. എന്നാൽ വാഗ്ദാനം ചെയ്ത സമയത്ത് സ്വർണം ലഭിക്കാതെ വന്നത് ഉപഭോക്താക്കളെ വലിയ ദുരിതത്തിലാക്കി. കൃത്യസമയത്ത് സ്വർണം ലഭിക്കാതെ വന്നതോടെ പലരും മാനസികമായും സാമ്പത്തികമായും തകർന്നു. വിവാഹം മുടങ്ങിയ സാഹചര്യങ്ങളും ഉണ്ടായി. സ്വർണം ലഭിക്കാനായി പല ഉപഭോക്താക്കളും ജ്വല്ലറിക്ക് മുന്നിൽ ദിവസങ്ങളോളം പ്രതിഷേധ സമരങ്ങൾ നടത്തി. ചിലർ ജ്വല്ലറിയുടെ ഉള്ളിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. എന്നിട്ടും തങ്ങൾക്ക് അർഹമായ സ്വർണമോ പണമോ ലഭിക്കാത്തതിലുള്ള രോഷം ജനങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചു. ഈ സംഭവങ്ങൾ അൽ മുക്താദിർ ജ്വല്ലറിയുടെ വിശ്വാസ്യതയ്ക്ക് വലിയ തിരിച്ചടിയായി. ഉപഭോക്താക്കളിൽ കമ്പനിയോടുണ്ടായിരുന്ന വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ടു. അൽ മുക്താദിർ ജ്വല്ലറി നേരിടുന്നത് നിരവധി നിയമപരമായ വെല്ലുവിളികളാണ്. തട്ടിപ്പ് ആരോപണങ്ങൾ ഉയർന്നതിന് പിന്നാലെ നിരവധി പോലീസ് കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടു. ഉടമ മുഹമ്മദ് മൻസൂർ അബ്ദുൾ സലാം, മാനേജർ നൌഫൽ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെയും പുതിയ ഭാരതീയ ന്യായ സംഹിതയിലെയും വിവിധ വകുപ്പുകൾ പ്രകാരമാണ് കേസുകൾ. വിശ്വാസവഞ്ചന, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങളാണ് ഇവർക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. സ്വർണത്തിന്റെ നിലവാരവുമായി ബന്ധപ്പെട്ടും നിയമപ്രശ്നങ്ങൾ ഉടലെടുത്തു. ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ജ്വല്ലറിയുടെ സ്വർണത്തിൽ നിലവാരമില്ലായ്മ കണ്ടെത്തിയതിനെ തുടർന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്യുകയുണ്ടായി. പിടിച്ചെടുത്ത സ്വർണം തിരികെ ലഭിക്കുന്നതിനായി വലിയ തുക ബാങ്ക് ഗ്യാരണ്ടി നൽകണമെന്ന കോടതി ഉത്തരവുകൾക്കെതിരെ കമ്പനി ഹൈക്കോടതിയെ സമീപിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഇന്ത്യൻ കാനൂൺ പോലുള്ള നിയമപരമായ വെബ്സൈറ്റുകളിലും ഈ കേസുകളെക്കുറിച്ചുള്ള വിവരങ്ങൾ ലഭ്യമാണ്. ഒരു വശത്ത് ഉപഭോക്താക്കളും നിയമ ഏജൻസികളും കേസുകളുമായി മുന്നോട്ടു പോകുമ്പോൾ തങ്ങൾക്കെതിരായ ആരോപണങ്ങൾ വ്യാജമാണെന്നും ഇത് എതിരാളികളുടെ ദുഷ്പ്രചാരണമാണെന്നും ചൂണ്ടിക്കാട്ടി അൽ മുക്താദിർ ജ്വല്ലറി അധികൃതരും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. തങ്ങളുടെ സൽപ്പേരിന് കളങ്കം വരുത്തുന്നവർക്കെതിരെ മാനനഷ്ട കേസ് ഫയൽ ചെയ്യുമെന്നും കമ്പനി അറിയിച്ചിരുന്നു. അൽ മുക്താദിർ ജ്വല്ലറിയുടെ പ്രവർത്തന രീതികളെ കേരളത്തിലെ പ്രമുഖ ജ്വല്ലറി സംഘടനയായ ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ്സ് അസോസിയേഷൻ രൂക്ഷമായി വിമർശിച്ചിരുന്നു. സീറോ മേക്കിംഗ് ചാർജ് പോലുള്ള പരസ്യങ്ങൾ ഉപഭോക്താക്കളെ തെറ്റിദ്ധരിപ്പിക്കുന്നതാണെന്നും ഇത്തരം വാഗ്ദാനങ്ങൾ നൽകി ആളുകളെ ചൂഷണം ചെയ്യുകയാണ് കമ്പനി ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു. സ്വർണത്തിന്റെ പണിക്കൂലി ഒഴിവാക്കി വിൽക്കാൻ സാധ്യമല്ലെന്നും അങ്ങനെ വിൽക്കുന്നുണ്ടെങ്കിൽ അത് മറ്റു മാർഗങ്ങളിലൂടെ പണം ഈടാക്കിയോ അല്ലെങ്കിൽ മറ്റ് തട്ടിപ്പുകൾക്ക് വേണ്ടിയോ ആകാം എന്നും അവരുടെ സംഘടനാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇത്തരം തട്ടിപ്പുകൾ ജ്വല്ലറി വ്യവസായത്തിന് തന്നെ വലിയ കളങ്കം വരുത്തുമെന്നും AKGSMA മുന്നറിയിപ്പ് നൽകി. ഉപഭോക്താക്കൾ ഇത്തരം പ്രലോഭനങ്ങളിൽ വീഴരുതെന്നും അംഗീകൃതവും വിശ്വസനീയവുമായ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം സ്വർണം വാങ്ങണമെന്നും അവർ നിർദ്ദേശിച്ചു. ഈ വിമർശനങ്ങൾ അൽ മുക്താദിർ ഗ്രൂപ്പിന്റെ പ്രതിച്ഛായയ്ക്ക് കൂടുതൽ മങ്ങലേൽപ്പിച്ചു. അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പ് ചെയർമാൻ തങ്ങൾക്കെതിരായ എല്ലാ ആരോപണങ്ങളെയും തുടക്കം മുതൽ നിഷേധിക്കുകയാണ്. അൽ മുക്താദിർ ജ്വല്ലറിയുടെ അതിവേഗ വളർച്ചയിൽ അസൂയ പൂണ്ടവരാണ് ഇത്തരം വാർത്തകൾക്ക് പിന്നിലെന്നും അദ്ദേഹം പല അഭിമുഖങ്ങളിലും പ്രസ്താവിച്ചു. തങ്ങളുടെ എല്ലാ ഇടപാടുകളും സുതാര്യമാണെന്നും നിയമപരമായി മാത്രമാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു. മാത്രമല്ല, ഈ പ്രതിസന്ധികൾക്കിടയിലും തങ്ങളുടെ ബിസിനസ് വികസിപ്പിക്കാനുള്ള പദ്ധതികളുമായി മുന്നോട്ടു പോവുകയാണെന്ന് മൻസൂർ അബ്ദുൾ സലാം അറിയിച്ചിരുന്നു. കോഴിക്കോട്, കാസർഗോഡ് എന്നിവിടങ്ങളിൽ വലിയ ഗോൾഡ് മാളുകൾ ആരംഭിക്കുമെന്നും വിദേശത്തേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും അദ്ദേഹം അവകാശപ്പെട്ടു. എങ്കിലും നിലവിലുള്ള നിയമപരമായ കേസുകളും ആദായനികുതി വകുപ്പിന്റെ കണ്ടെത്തലുകളും ആയിരക്കണക്കിന് ഉപഭോക്താക്കളുടെ പരാതികളും അൽ മുക്താദിർ ജ്വല്ലറിയുടെ ഭാവിയെ വലിയ പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. ഈ കേസുകളിലെ അന്വേഷണങ്ങളും കോടതി വിധികളും ജ്വല്ലറി ഗ്രൂപ്പിന്റെ നിലനിൽപ്പിനെ തന്നെ നിർണ്ണയിക്കുന്നതിൽ നിർണായകമാകും. ഒരു ജ്വല്ലറി ഗ്രൂപ്പിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഉപഭോക്താക്കളുടെ വിശ്വാസമാണ്. ആ വിശ്വാസം പൂർണ്ണമായും നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിലൂടെയാണ് അൽ മുക്താദിർ ജ്വല്ലറി കടന്നുപോകുന്നത്. സീറോ മേക്കിംഗ് ചാർജ് എന്ന ആകർഷകമായ ഓഫറിലൂടെ ആരംഭിച്ച് സ്വർണ്ണ നിക്ഷേപ തട്ടിപ്പ്, ആദായ നികുതി വെട്ടിപ്പ്, കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണങ്ങൾ, നിയമപരമായ വെല്ലുവിളികൾ എന്നിവയിലേക്ക് കൂപ്പുകുത്തിയ അൽ മുക്താദിർ ജ്വല്ലറിയുടെ കഥ സാധാരണക്കാർക്ക് ഒരു വലിയ പാഠമാണ്. പ്രലോഭനങ്ങളിൽ വശംവദരാകാതെ അംഗീകൃതവും സുതാര്യവുമായ സ്ഥാപനങ്ങളുമായി മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്തേണ്ടതിന്റെ പ്രാധാന്യം ഈ സംഭവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വരും ദിവസങ്ങളിൽ ഈ കേസുകളിൽ ഉണ്ടാകുന്ന ഓരോ നീക്കങ്ങളും കേരളത്തിലെ ജ്വല്ലറി വ്യവസായത്തിനും പൊതുസമൂഹത്തിനും ഒരുപോലെ നിർണായകമാകും. ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റ് രേഖപ്പെടുത്തണം. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.